നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ട്രെയിനിൽ നിന്നും റെയിൽവേ ട്രാക്കിലേക്ക് തള്ളി ചവിട്ടിയിട്ട ശ്രീകുട്ടി എന്ന് പറയുന്ന ആ യുവതിയുടെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണ് എന്ന ചോദ്യം പലരും ചോദിച്ചിരുന്നു. അവരുടെ ചിത്രമുണ്ടോ, അവരുടെ നിലവിലെ അവസ്ഥ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രാരാബ്ദങ്ങൾക്കിടയിലാണ് ശ്രീകുട്ടിയുടെ ജീവിതം. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ദുരന്തവും അവരെ തേടി എത്തുന്നത്. 1 വർഷം മുമ്പായിരുന്നു വിവാഹം. ഭർത്താവ് എറണാകുളത്തുകാരനാണ്. ഭർത്താവിനെ കണ്ട് മടങ്ങുമ്പോഴാണ് ശ്രീകുട്ടി ആക്രമണത്തിന് ഇരയായത്. മാതാവ് പ്രിയദർശിനി ബാംഗ്ലൂരിൽ ജോലിക്ക് പോയതോടെ ശ്രീകുട്ടി പുലിയൂരിൽ മുത്തശ്ശി ഗിരിജയോടൊപ്പമാണ് ഉണ്ടായിരുന്നത്. ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച വീട് പണി പൂർത്തിയാക്കാതെ കിടക്കുകയുമാണ്. കുടുംബത്തിന്റെ അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്നും മോചിതരാകാനുള്ള ശ്രമത്തിനിടെയാണ് അപകടം ഉണ്ടായത്. ആക്രമണത്തിന് ഇരയായ മെഡിക്കൽ കോളേജിൽ കഴിയുന്ന പെൺകുട്ടിക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നത് എന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയചന്ദ്രൻ അറിയിച്ചു. പെൺകുട്ടി അപകടനില തരണം ചെയ്തിട്ടില്ല. ന്യൂറോ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളും ചേർന്നുള്ള ചികിത്സയാണ് നിലവിൽ നൽകുന്നത്. തലച്ചോറിനാണ് പരിക്കേറ്റിരിക്കുന്നത്. തലച്ചോറിൽ ചതവ് ഉണ്ടെന്ന് കണ്ടെത്തി. സർജിക്കൽ ICUവിലാണ് പെൺകുട്ടി ഇപ്പോൾ ഉള്ളതെന്നും വെന്റിലേറ്ററിന്റെ സഹായം ഇപ്പോഴും നൽകുന്നുണ്ടെന്നും ഡോക്ടർ ജയചന്ദ്രൻ പ്രതികരിച്ചു. ചികിത്സയിൽ തൃപ്തയല്ലെന്ന് യുവതിയുടെ അമ്മയുടെ മാതാവ് പറഞ്ഞിരുന്നു. പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സംഘമാണ് പെൺകുട്ടിയെ ചികിത്സിക്കുന്നത് എന്നും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് എന്ന് അറിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മദ്യലഹരിയിലായിരുന്ന സഹയാത്രികൻ ചവിട്ടി പുറത്തേക്ക് തള്ളിയിട്ടതിനെ തുടർന്ന് തലയ്ക്കും നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റ് ശ്രീകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ മരണത്തോട് മല്ലിടുകയാണ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ സംഭവത്തിൽ പ്രതിയായ പനച്ചിമൂട് സ്വദേശി സുരേഷ് കുമാർ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിൽ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. ജീവനു വേണ്ടി പോരാടുന്ന ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കാൻ നാട് ഒന്നടങ്കം ആഗ്രഹിക്കുന്നുമുണ്ട്. കഴിഞ്ഞ രാത്രി കേരള എക്സ്പ്രസിലെ യാത്രക്കിടെയാണ് 19-കാരിയെ സഹയാത്രന്റെ ക്രൂരതയേറ്റ ട്രാക്കിലേക്ക് വീണത്. ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ ശുചിമുറി ഉപയോഗിക്കാൻ എത്തിയപ്പോൾ ഉണ്ടായ വാക്കുതർക്കത്തിന്റെ പേരിലാണ് അതിക്രമമെന്നാണ് മൊഴി. വാദിക്കൽ നിന്ന് മാറാത്തതിന്റെ വൈരാഗ്യത്തിലാണ് പ്രതി പെൺകുട്ടിയെ പിന്നിൽ നിന്നും തള്ളിയിട്ടതെന്ന് FIRൽ പറയുന്നു. ശ്രീകുട്ടിയും സുരേഷും തമ്മിൽ വാക്കുതർക്കമുണ്ടായെന്നും സൂചനയുണ്ട്. പെൺകുട്ടിയെ ചവിട്ടി പുറത്തിട്ട കേസിലെ പ്രതി സുരേഷ് കുമാർ പറഞ്ഞ നുണകൾ റെയിൽവേ പോലീസിനെ 1.5 മണിക്കൂർ ചുറ്റിച്ചു. പിടിയിലായപ്പോൾ കുറ്റം നിഷേധിച്ച സുരേഷ് പെൺകുട്ടിയെ തള്ളിയിട്ടത് ബംഗാളിയാണെന്നും അയാളെ കണ്ടാൽ അറിയാമെന്നും പറഞ്ഞ് അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമിച്ചു. മദ്യപിച്ചിട്ടില്ലെന്നായിരുന്നു രണ്ടാമത്തെ കള്ളം. മദ്യപിച്ചതായി പരിശോധനയിൽ തെളിഞ്ഞിട്ടും സുരേഷ് സമ്മതിച്ചതേയില്ല. ശ്രീകുട്ടിയെ ചവിട്ടി പുറത്തിട്ടെന്ന് യാത്രക്കാരൻ മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ടെന്നും ആ ദൃശ്യം കണ്ടെന്നും പോലീസ് അറിയിച്ചതോടെയാണ് സുരേഷ് അങ്കലാപ്പിലായത്. ട്രെയിനിൽ ശ്രീകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന അർച്ചന പ്രതിയുടെ ചിത്രം ഫോണിൽ കണ്ട് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് സുരേഷ് കുറ്റം സമ്മതിച്ചത്. അപ്പോഴും പെൺകുട്ടി പ്രകോപനമുണ്ടാക്കിയെന്നും കള്ളം പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചു. കോച്ചിനുള്ളിൽ വഴി തടസ്സപ്പെടുത്തി നിന്ന പെൺകുട്ടിയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ തട്ടിക്കയറിയെന്നും തുടർന്നാണ് ചവിട്ടിയതെന്നും സുരേഷ് പറയുന്നു. ശ്രീകുട്ടിയെ ചവിട്ടി പുറത്തിട്ടതിന് പിന്നാലെ യാത്രക്കാരാണ് സുരേഷിനെ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറിയത്. അർച്ചനയെയും ഇയാൾ തള്ളിയിടാൻ ശ്രമിച്ചിരുന്നു. വാതിൽപ്പടിയിൽ തൂങ്ങിക്കിടന്ന അർച്ചനയെ മറ്റ് യാത്രക്കാരാണ് രക്ഷിച്ചത്. കൊച്ചുവേളി സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയപ്പോൾ സുരേഷിനെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് പേട്ട പോലീസിന് കൈമാറി. സുരേഷ് ഏത് സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിനിൽ കയറിയത് എന്നതിൽ അവ്യക്തത തുടരുകയാണ്. കോട്ടയത്ത് നിന്ന് കയറിയെന്നാണ് പ്രതിയുടെ മൊഴി. എന്നാൽ ഇയാൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. റെയിൽവേ സ്റ്റേഷന്റെ നാഗപടം ഭാഗത്ത് നിന്ന് ഉള്ള CCTV ഇല്ലാത്തതും അന്വേഷണത്തിന് തടസ്സമായി. മറ്റ് ഭാഗങ്ങളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. സമൂഹ മാധ്യമങ്ങളിലെ വീഡിയോ കണ്ടാണ് മകൾക്ക് അപകടം പറ്റിയത് എന്ന വിവരം മാതാവ് പ്രിയദർശിനി അറിഞ്ഞത്. ബാംഗ്ലൂരിലെ ജോലിസ്ഥലത്ത് നിന്നാണ് ഇന്നലെ ഉച്ചയോടെ ആശുപത്രിയിലെത്തിയത്. സഹോദരി മിനിക്കൊപ്പമാണ് പ്രിയദർശിനി ആശുപത്രിയിലെത്തിയത്. ആരും സഹായിക്കാനില്ലെന്നും അവർ പറഞ്ഞു. വിവരമറിഞ്ഞത് വാർത്തകളിലൂടെയാണെന്നും മുത്തശ്ശി ഗിരിജ പ്രതികരിച്ചു. നിർധന കുടുംബമാണെന്നും അടിയന്തര ചികിത്സ നൽകണമെന്നും ആശുപത്രിയിലെത്തിയ നന്ദിയോട് പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ രാജീവ് ആവശ്യപ്പെട്ടു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കണം. എന്നാൽ തലയിലെ പരിക്കുകൾ ഭേദപ്പെട്ട് തുടങ്ങിയാൽ മാത്രമേ പുരോഗതി പറയാനാവൂ എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്.